മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസിന് തീപിടിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ബസ് ഉടമ യൂനുസ് അലി ബസ് കത്തിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണിയുണ്ടായിരുന്നു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂനുസ് അലി ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൊലവിളിയും തെറി അഭിഷേകവും, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറച്ച് വ്യക്തികളും എൻ്റെ ഈ പ്രസ്ഥാനത്തിന് നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ വണ്ടികൾ കത്തിക്കും അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും നിരന്തരമായി ഒരു ആഴ്ചൻ്റെ മുകളിലായിട്ട് എന്നെ വേട്ടയാടാണ്. മണ്ണാർക്കാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്, സന ബസ്സിലെ യാത്ര ഒഴിവാക്കുക, അതൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ്. അദ്ദേഹം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്, മൂപ്പര് പ്രതീക്ഷ പോലെ നടന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്നാണ് എനിക്ക് ഇത് തോന്നിയത്. ആയതുകൊണ്ട് ഇതിനെതിരെ ഒരു സമഗ്ര അന്വേഷണം വേണം. സമീർ ബിൻ കരീം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ബസ്സിന് തീപിടിച്ചത്? മറ്റൊന്ന്, ഈ ബസ് ഉടമ ആരെ ലക്ഷ്യമിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? സമീർ, ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സന എന്ന് പറയുന്ന ബസ് ഓടിക്കൊണ്ടിരിക്കെ തീപിടിക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബസ് ഉടമ യൂനുസ് അലി ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബസ്സിനെതിരെ നേരത്തെ തന്നെ ഭീഷണിയുണ്ട്, ബസ് കത്തിക്കുമെന്ന് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബസ്സിന് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, അന്വേഷണം വേണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ബസ് എങ്ങനെ മറ്റൊരാൾക്ക് കത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു സ്വാഭാവിക സംശയം ഉയരുന്നുണ്ട്. എന്തായാലും സമഗ്ര അന്വേഷണം വിഷയത്തിൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ളതാണ്. എങ്കിലും വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഫോറൻസിക് അടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ സന എന്ന് പറയുന്ന ബസ്സിനെതിരെ നേരത്തെ ചില പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കും വിധത്തിലാണ് ബസ്സിന്റെ അമിത വേഗതയും ഡ്രൈവിംഗും എന്നൊക്കെ തന്നെയുള്ള പരാതികളും ആരോപണങ്ങളൊക്കെ തന്നെ പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീഷണി എന്നുള്ളത് അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വാഭാവികമായ പ്രതിഷേധമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തീടാനുള്ള സാധ്യത എങ്ങനെയെന്നുള്ള ഒരു സംശയവും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.